ലോകശക്തിയായ അമേരിക്കയും പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. ഒരുപക്ഷെ അമേരിക്ക ഇറാനെതിരെ ഒരു സൈനിക നീക്കം നടത്തിയാൽ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി അവശേഷിക്കില്ല. മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെയും പശ്ചിമേഷ്യയുടെ ഭൂപടത്തെയും മാറ്റിമറിക്കാൻ പോന്ന പ്രത്യാഘാതങ്ങളായിരിക്കും അതിനുണ്ടാവുക. ചരിത്രപരമായ ശത്രുതയും ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഈ പോരാട്ടത്തെ ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഒരു സൈനിക ആക്രമണത്തിന് ഉത്തരവിട്ടാൽ സംഭവിക്കാനിടയുള്ള 7 പ്രധാന സാഹചര്യങ്ങളെക്കുറിച്ച് BBC നടത്തിയ വിശകലനം ലോകരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഒരു യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം സാധാരണയായി ശത്രുവിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുക എന്നതാണല്ലോ. അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ താവളങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് പരിമിതമായ ആക്രമണങ്ങൾ നടത്തുന്നതാണ് ഒന്നാമത്തെ സാഹചര്യം. ഈ നീക്കം ഇറാന്റെ ഭരണകൂടത്തെ സാമ്പത്തികമായും സൈനികമായും തളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാം. ഇത്തരം ആഘാതങ്ങൾ ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കുകയും രാജ്യത്ത് ജനാധിപത്യപരമായ ഒരു മാറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്യുമെന്ന് ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നു. എന്നാൽ ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ച പാഠങ്ങൾ ഇതിന് വിരുദ്ധമാണ്. ഇറാഖിലും ലിബിയയിലും പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ ഇടപെടലുകൾ അവിടുത്തെ സ്വേച്ഛാധിപതികളെ പുറത്താക്കിയെങ്കിലും പകരം വന്നത് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന അരാജകത്വവും ആഭ്യന്തര യുദ്ധവുമാണ്. അതിനാൽ തന്നെ ഇറാനിലെ ഒരു ഭരണമാറ്റം സമാധാനപരമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാനുമാകില്ല. രണ്ടാമത്തെ സാധ്യത ഇറാനിലെ ഭരണകൂടം നിലനിൽക്കുകയും എന്നാൽ തങ്ങളുടെ നയങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാവുകയും ചെയ്യുക എന്നതാണ്. അമേരിക്കയുടെ കനത്ത സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങിക്കൊണ്ട് മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ ഇറാൻ പിൻവലിച്ചേക്കാം. കൂടാതെ തങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങളും ആണവ പ്രവർത്തനങ്ങളും പരിമിതപ്പെടുത്താനും അവർ തയ്യാറായേക്കാം. വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ പുറത്തുനിന്നുള്ള കനത്ത ഉപരോധങ്ങളും ഭീഷണികളും ഭരണകൂടത്തെ മാറ്റുന്നില്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം. എങ്കിലും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ച് ശീലിച്ച ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും സംഘവും അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ സാധ്യതയില്ല എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. മൂന്നാമത്തെ സാഹചര്യം ഒരു സൈനിക അട്ടിമറിയുടേതാണ്. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം ദുർബലമാവുകയും എന്നാൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു ബദൽ സംവിധാനമുണ്ടാക്കാൻ പരാജയപ്പെടുകയും ചെയ്താൽ അവിടെ അധികാരം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളത് ഇറാന്റെ സുരക്ഷാ സേനകളാണ്. പ്രത്യേകിച്ച് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുള്ള റവല്യൂഷണറി ഗാർഡ്സ് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തേക്കാം. നിലവിൽ ഇറാനിൽ നടക്കുന്ന ചെറിയ പ്രതിഷേധങ്ങളിൽ പോലും സൈന്യത്തിൽ നിന്ന് വലിയ തോതിലുള്ള കൂറുമാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിനാൽ ഒരു സൈനിക സ്വേച്ഛാധിപത്യം ഇറാനിൽ ഉയർന്നു വരുന്നത് മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ഇറാൻ വെറുതെയിരിക്കില്ല എന്നതാണ് നാലാമത്തെയും ഏറ്റവും അപകടകരവുമായ സാഹചര്യം. തങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഏതൊരാക്രമണത്തെയും അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളായ ബഹ്റൈൻ, ഖത്തർ എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചേക്കാം. ഇതിനു പുറമെ ഇസ്രായേൽ, ജോർദൻ തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികളെയും ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ മണ്ണിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അത് അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന ഭയം സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഒരു മിസൈൽ യുദ്ധം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കും. ലോകത്തിൻ്റെ ഊർജ്ജ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന 5ാമത്തെ സാഹചര്യം ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെയും വാതകത്തിൻ്റെയും 1/5 ഭാഗവും കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ കടലിടുക്കിൽ മൈനുകൾ വിരിച്ചോ കപ്പലുകൾ തടഞ്ഞോ ഗതാഗതം സ്തംഭിപ്പിച്ചേക്കാം. 1980കളിൽ ഇറാഖുമായുള്ള യുദ്ധകാലത്ത് ഇറാൻ ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും അത് ലോകമെമ്പാടും വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് ഇറാന്റെ തന്നെ സാമ്പത്തിക അടിത്തറയെ തകർക്കുമെങ്കിലും ഒരു നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അവർ ഈ മാർഗവും സ്വീകരിച്ചേക്കാം. 6ാമത്തെ സാഹചര്യം പേർഷ്യൻ ഗൾഫിലെ നേരിട്ടുള്ള നാവിക ഏറ്റുമുട്ടലാണ്. അത്യാധുനികമായ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ഇറാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് സ്വാം അറ്റാക്ക് എന്ന തന്ത്രത്തെയാണ്. 100 കണക്കിന് ചെറിയ വേഗതയേറിയ ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഒരു വലിയ കപ്പലിനെ ഒരേ സമയം വളയുന്ന രീതിയാണിത്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് പോലെയുള്ളവ ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഏതെങ്കിലും ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായാൽ അത് യുദ്ധത്തിൻ്റെ ഗതിയെ പൂർണ്ണമായും മാറ്റുകയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആണവായുധേതര ആക്രമണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും.
ഏഴാമത്തെയും അവസാനത്തെയും സാഹചര്യം ഇറാന്റെ സമ്പൂർണ്ണ തകർച്ചയും അതിനെ തുടർന്നുണ്ടാകുന്ന അരാജകത്വവുമാണ്. 9 കോടിയോളം ജനസംഖ്യയുള്ള ഒരു രാജ്യം ഭരണകൂടമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയാൽ അതുണ്ടാക്കുന്ന അഭയാർത്ഥി പ്രവാഹം ലോകത്തിന് താങ്ങാനാവില്ല. കുർദുകൾ, ബലൂച്ചികൾ, അസർബൈജാനികൾ തുടങ്ങിയ വംശീയ വിഭാഗങ്ങൾ സ്വതന്ത്ര മേഖലകൾക്കായി പോരാടാൻ തുടങ്ങിയാൽ ഇറാൻ മറ്റൊരു സിറിയയോ യമനോ ആയി മാറും. ഇത് അയൽ രാജ്യമായ തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് അസ്ഥിരത പടർത്താൻ കാരണമാകും. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം ആർക്കും വിജയം നൽകുന്ന ഒന്നായിരിക്കില്ല. അത് കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോളതലത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നയതന്ത്ര ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. സമാധാനത്തിൻ്റെ പാത ഉപേക്ഷിക്കുന്നത് ലോകത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും നാളുകളിലെ പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള സമാധാനവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.